അർജുന, ഘടോൽക്കച്ചൻ ഹിഡിംബിയിൽ പിറന്ന രാക്ഷസനാണെങ്കിലും നിങ്ങൾക്ക് ഒരു പുത്രതുല്യനാണ്. അതുകൊണ്ട് ക്ഷത്രിയാചാര പ്രകാരം തന്നെ ആ ജഡം സംസ്കരിക്കണം. സരസ്വതി നദിയുടെ കരയിൽ ചന്ദന മരങ്ങൾ കൊണ്ട് ആ മല പോലെ ഒരു ചിത ഒരുങ്ങിക്കഴിഞ്ഞു. ആരുണ്ട് ആ ജഡമൊന്ന് ചിതയിലെത്തിക്കാൻ? ഞങ്ങളുണ്ട്, ഞാനുണ്ട്. അർജുനനും ധർമ്മജനും നകുല സഹദേവന്മാരും മാറി മാറി പരിശ്രമിച്ചിട്ടും ആ ജഡം ഒന്ന് കുലുങ്ങിയത് പോലുമില്ല. ഭഗവാൻ ഭീമനോട് പറയുന്നു, ഭീമ എഴുന്നേൽക്ക്. നിനക്ക് മാത്രമേ അവസാനമായി നിനക്കൊന്ന് കാണണ്ടേ നിന്റെ മകനെ? വേണ്ട കൃഷ്ണ, എനിക്കവനെ കാണണ്ട. മകനെ കൊല്ലിച്ച മഹാഭാവിയായ അച്ഛൻ വേണ്ട, എനിക്കത് കഴിയില്ല. ഇടുമ്പി ഭീമനോട് വന്ന് പറയുന്നു, വായുപുത്ര, അങ്ങക്ക് കഴിയും, അങ്ങക്ക് മാത്രം. അല്ലെങ്കിൽ നമ്മുടെ മകന്റെ ജഡം കാക്കയും കഴുകനും ചങ്ങായിക്കളും ഇല്ല ഇടുമ്പി, അതനുവദിക്കാൻ കഴിയില്ല. ഒരു മല ഉയരും പോലെ ഭീമൻ എഴുന്നേറ്റ് കുട്ടികൾ പന്തെടുക്കുന്ന ലാഘവത്തോടെ ഗജമീനൻ തന്റെ കൊമ്പിൽ കോർത്തെടുത്ത കരിമ്പിൻ തണ്ട് പോലെ മകന്റെ ജഡവും പൊക്കിയെടുത്തുകൊണ്ട് ഭീമൻ ചിതക്കരിയിലേക്ക് നടന്നു. ചന്ദ്രമരങ്ങൾ കൊണ്ട് തീർത്ത അച്യുതയിൽ ആ ജഡം കിടത്തി. ഭീമന് ദ്രൗപദിയിൽ പിറന്ന മകൻ സുതസ്വാമനും വലന്ധരയിൽ പിറന്ന മകൻ സർവകനും ജ്യേഷ്ഠന്റെ ചിതക്ക് തിരികൊളുത്തി